1 ദിനവൃത്താന്തം അധ്യായം 14. ടൈറിലെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്കു നൽകിയെന്നും ഇസ്രായേലിനു വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രീപുത്രന്മാർ ഉണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, എൽപലത്ത്, നോഗ, നേഫഗ്, യാഹിയ, എലീഷാമ, ബേലിയാദ, എലിഫലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്തീർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്തീർ റെഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്തീർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുളി ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ്പരാസിമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറ എന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപരാസിം എന്നു പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി. ദാവീദിന്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്തീർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാമരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൽസാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്തീയ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്തീരെ അവൻ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി.